ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇൻകം ടാക്സും സ്റ്റോക്ക് മാർക്കറ്റും ഇത് തമ്മിൽ ഉള്ള ബന്ധവും ഇതുകൊണ്ടുള്ള ഗുണങ്ങളും എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് എനിക്ക് പണ്ട് പറ്റിയ ഒരു അബദ്ധം, ഓക്കെ, ആ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്ത് കാണാറില്ല. എങ്കിലും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നതും ചെയ്യുന്നതും എൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്താ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ അതിന് ആക്യുറസി കൂടും. മനസ്സിലായില്ലേ? നമ്മൾ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയുമ്പോഴും പഠിക്കുമ്പോഴും അതിൻ്റെ വിജയ ശതമാനം വളരെ കൂടുതലായിരിക്കും, ആക്യുറസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അല്ല, ഇത് ഒരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോയോ അല്ലെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഇത് തികച്ചും നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇൻകം ടാക്സിനെ പറ്റി നിങ്ങൾക്കൊരു മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത് മാറ്റിയെടുക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, നിങ്ങൾക്ക് എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെപ്പറ്റി മാത്രമാണ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒത്തിരി നേരമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. തമ്പനയിൽ കണ്ടപോലെ തന്നെ ഇൻകം ടാക്സും സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ട്രേഡിങ്ങും തമ്മിലുള്ള ബന്ധവും അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും, ഇത് ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണം ഉണ്ടാകും എന്നുള്ള ചെറിയ ഒരു ചിന്തകൾ അത്ര മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. വേറെ ഒത്തിരി സിമ്പിളായിട്ട് ഞാനങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങളോടൊന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളെപ്പോഴും ധരിക്കും ഈ ITR ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് മഹാസംഭവമാണ്, ഇത് പിന്നെ അവസാനം നമുക്ക് പാരയായിട്ട് തീരും, ദോഷമായിട്ട് തീരും എന്നൊക്കെ ഒരു മിഥ്യാധാരണ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. അപ്പോൾ അതങ്ങനൊന്നുമല്ല. ഈ ITR ഫയൽ ചെയ്താൽ ധാരാളം ഗുണങ്ങളുണ്ട്. നിങ്ങളറിയാതെ ചോർന്നു പോകുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്രക്രിയയാണ് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ഈ നമ്മുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ചോരുന്ന പൈസ തിരിച്ചു പിടിക്കാനുള്ളൊരു നൂതന സമ്പ്രദായമാണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, ഇത് വൈറ്റ് കഴിഞ്ഞ് ഏതാണ്ട് മഹാസംഭവം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ തിരക്കി വരും, ഇത്രയും പൈസ നമ്മളിങ്ങനെ ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ധാരണയെ നമുക്ക് വേണ്ട. അപ്പോൾ എൻ്റെ കാരണം സഹിതം ഞാൻ വെക്കാം. പിന്നെ നിങ്ങൾ ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും എന്നുള്ളത് കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ആദ്യം നമ്മൾ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യും, നമ്മൾ ഈ സ്റ്റോക്സുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി ആദ്യം ഓപ്ഷൻ ട്രേഡ് രണ്ടാമത് പറയാം. അപ്പം നമുക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് വലിയ ടാക്സ് എക്സംഷൻ ഇല്ല. ഓക്കെ, ആകെ റിബേറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രവാസികൾക്ക് എക്സംഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, അതേസമയം നമ്മുടെ നാട്ടിലുള്ള റെസിഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് 7.5 ലക്ഷം രൂപ വരെ റിബേറ്റ് കിട്ടും. അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. അതൊക്കെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് ആദ്യം പ്രവാസികളോടാണ് സംസാരിക്കാനുള്ളത്. പ്രവാസികൾ നമുക്കാണ് എക്സംഷൻ വളരെ കുറവാണ്. ഒരു 1 ലാഖിൻ്റെ എക്സംഷൻ മാത്രമേ നമുക്ക് ടാക്സ് റിബേറ്റായിട്ട് കിട്ടത്തുള്ളൂ. ബാക്കി നമ്മളെല്ലാത്തിനും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് അല്ലെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ട്രേഡ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് പറ്റിയൊരു അബദ്ധമാണ്. അത് നിങ്ങൾക്ക് പറ്റരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പ്രവാസികളോട് പ്രത്യേകിച്ച് ITR ഫയൽ ചെയ്യണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ബ്രോക്കർ ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഇപ്പം ഒരു 1000 ഷെയർ, 100 രൂപയുടെ ഒരു 1000 ഷെയർ നമ്മൾ വാങ്ങിച്ചെന്ന് വിചാരിച്ചു. 100 രൂപയുടെ ഒരു 1000 ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം അല്ല 1.5 മാസം കഴിയുമ്പോൾ ഒരു 100 രൂപ എന്നുള്ളത് 130 രൂപയായി. അപ്പോൾ 130 രൂപ നമ്മൾ ഈ 1000 ഷെയർ അങ്ങ് വിറ്റു. അപ്പോൾ നമുക്കൊരു 30,000 രൂപ നമുക്ക് എന്ത് ചെയ്തു, അതിനകത്തിൽ പ്രോഫിറ്റ് കിട്ടി ഇല്ലേ? അങ്ങനെ നമ്മൾ സ്ഥിരം നമ്മൾ പ്രോഫിറ്റും ലോസും അങ്ങനെ ബുക്ക് ചെയ്ത് നമ്മൾ ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ലാഭം കാണും, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. ഓക്കെ, സംഭവിച്ചു. അപ്പോൾ പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പേ ഔട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് വിചാരിച്ചു. 5 ലക്ഷം രൂപ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തിലുണ്ട്. 5 ലക്ഷം രൂപ വെച്ച് സ്ഥിരം നിങ്ങൾ ട്രേഡ് ചെയ്യുകയും വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പേ ഔട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു 50,000 രൂപ നിങ്ങൾക്കൊരു പേ ഔട്ട് വേണമെന്ന് വിചാരിച്ചു സപ്പോസ്.
അപ്പോൾ നിങ്ങളൊരു പേ ഔട്ട് ചോദിക്കും. ബ്രോക്കർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രോക്കർ ആദ്യം ടോട്ടൽ പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കും. അതിൽ എത്ര രൂപ നിലവിൽ ലാഭം ഉണ്ടെന്ന് ചോദിക്കും. എത്ര രൂപ നിങ്ങൾ ലാഭം ബുക്ക് ചെയ്ത് നോക്കും. മനസ്സിലായി? ടോട്ടൽ ഇപ്പം നിങ്ങൾ എത്ര രൂപ ലാഭം ബുക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ നിങ്ങളിപ്പം ഈ 5 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്തു, നിങ്ങൾക്കൊരു 1.5 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിച്ചു. ലാഭമുണ്ട്. നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ലാഭം, നിങ്ങൾ പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ലാഭമുണ്ട് നിലവിൽ. റണ്ണിങ് പോർട്ട്ഫോളിയോ അല്ല, നിങ്ങൾ ക്ലോസ് ചെയ്തപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്ത് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്ത ട്രേഡിനകത്ത് നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു 50,000 രൂപ പേ ഔട്ട്, അത്യാവശ്യം നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമാണ്, നിങ്ങളൊരു 50,000 രൂപ പേ ഔട്ട് ചോദിച്ചെന്ന് വിചാരിച്ചു. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1.5 ലക്ഷം രൂപ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് പോർട്ട്ഫോളിയോക്കകത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1.5 ലക്ഷം രൂപയുടെ 15%, ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15%, ഈ 15% അവർ കട്ട് ചെയ്യും. 1.5 ലക്ഷം രൂപയ്ക്ക് 15% ആയപ്പോൾ എത്രയായി? 1.5 ലക്ഷം രൂപയ്ക്ക് 1,500 അല്ല 1 ലക്ഷം രൂപയ്ക്ക് 10,500 രൂപ, അല്ല 15,000 രൂപ, 15,000 7,500, 22,500 രൂപ അവർ കട്ട് ചെയ്യും. മനസ്സിലായി? 22,500 രൂപ കട്ട് ചെയ്ത് അവർ സർക്കാരിലേക്ക് അടയ്ക്കും. സർക്കാരിലേക്ക് അവർ ഇൻകം ടാക്സിന് അടയ്ക്കും. പക്ഷേ ഈ അത്രയും പൈസ അവർ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് പിന്നെ 50,000 രൂപ നിങ്ങൾക്ക് പേ ഔട്ട് തരത്തുള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞു? അതിനുശേഷം വീണ്ടും ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിനിടയിൽ ഈ സംഭവം നടന്നു വിചാരിച്ചു, അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോസ് സംഭവിച്ചു. ലോസ് സംഭവിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കാനില്ല. മനസ്സിലായി? അപ്പം നിങ്ങൾ അവസാന വർഷം നിങ്ങൾ ഈ വർഷാവസാനം, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പ്രോഫിറ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് പൊട്ടി, അല്ലെ എന്ന് സംഭവിച്ചു, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ടോട്ടൽ പ്രോഫിറ്റ് ഉള്ളൂ. 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ആകെ പ്രോഫിറ്റ് ഉള്ളെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ എത്ര കൊടുക്കണം? നിങ്ങളാകെ 15,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. പക്ഷേ അവർ ഓൾറെഡി എത്ര കട്ട് ചെയ്തു? 22,500 കട്ട് ചെയ്തു, ഇല്ലേ? 7,500 രൂപ എക്സസ് നിങ്ങളുടെ നിന്ന് പിടിച്ചടച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പൈസ നമുക്ക് നഷ്ടപ്പെട്ട പൈസ, ഇല്ലേ? നമുക്ക് അർഹതപ്പെട്ട പൈസയാണ്. നമ്മുടെ അർഹതയില്ലാതെ നമ്മൾ ബ്രോക്കർ പിടിച്ച് സർക്കാരിന് കൊടുത്ത പൈസയാണ്. അപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മളിപ്പോൾ അവർ ബ്രോക്കർ കട്ട് ചെയ്യുന്ന കാര്യമൊന്നും നമ്മൾ അറിയുകയില്ല. മനസ്സിലായില്ല? അവർ ഓൾറെഡി അത് വെച്ച് നോക്കും. അതുവരെയുള്ള പോർട്ട്ഫോളിയോ, അതുവരെയുള്ള പ്രോഫിറ്റ് നോക്കും. പ്രോഫിറ്റിന് 15% കട്ട് ചെയ്ത ശേഷം മാത്രമേ ഈ ബ്രോക്കർ നിങ്ങൾക്ക് പേ ഔട്ട് തരത്തുള്ളൂ. എനിക്കങ്ങനെ സംഭവിച്ച്, അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു. അവസാനം എൻ്റെ CA ആണ് എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പിന്നെ ഞാൻ ആ ബ്രോക്കറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതെങ്ങനെയാണ് സംഭവം, നിങ്ങൾ എപ്പം പേ ഔട്ട് ചോദിച്ചാലും അപ്പോൾ വരെയുള്ള കണക്ക് നോക്കിയിട്ട് അതിൻ്റെ 15% നിങ്ങൾ കട്ട് ചെയ്ത് സർക്കാരിന് അടച്ചിട്ട് ബാക്കി പിന്നെ നിങ്ങൾക്ക് പേ ഔട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം പേ ഔട്ട് ചോദിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ 3 മാസം 6 മാസമൊക്കെ ചെയ്യുമ്പം നമുക്കിങ്ങനെ എക്സസ് എമൗണ്ട് നമ്മൾ സർക്കാരിലേക്ക് ഇവർ കൊടുക്കും. അപ്പോൾ ഈ പൈസ നമുക്ക് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പം ആദ്യത്തെ ഒരു ഇപ്പം നിങ്ങൾ ടാക്സ് ഹാർവെസ്റ്റിംഗ് പറയുന്ന സംഭവമുണ്ട്, അറിയത്തില്ലേ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി 1.5 ലക്ഷം രൂപ ലാഭമുണ്ട്. 1.5 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ഒരു പേ ഔട്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ പൈസ കട്ട് ചെയ്തു, നിങ്ങൾ അറിയുന്നില്ല. അവസാനം പിന്നാണ് നിങ്ങളിത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ പൈസ കട്ട് ചെയ്തിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒക്കെ കാണപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വർഷാവസാനം ആകുമ്പോൾ ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി ലോസിലുള്ള പിന്നെ ഷെയറുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾ വീണ്ടും തിരിച്ച് വാങ്ങിക്കുക സാധനം, ഇല്ലേ? തിരിച്ച് വാങ്ങിക്കുമ്പോൾ പഴയ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ടോട്ടൽ നമുക്ക് 1.5 ലക്ഷം ലാഭം ഉണ്ടെങ്കിലും നമ്മൾ ആ ലോസിലുള്ള സാധനം വിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തിൽ തട്ടിക്കിഴിച്ചു പോകും. മനസ്സിലായി ഞാൻ പറഞ്ഞേ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്കിപ്പം നിലവിൽ ഓരോ സാമ്പത്തിക വർഷം മാർച്ചിൽ അവസാനം 31-ാം തീയതി അല്ല തീരുന്നത്. അപ്പോൾ ഒരു സെപ്റ്റംബർ അല്ല മാർച്ചിൽ അല്ല ഏപ്രിൽ 1 തുടങ്ങുന്നു. ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭമാണെന്ന് വിചാരിച്ചു, 2 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ലാഭമുണ്ട്, ഇല്ലേ? 2 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യണം? എന്തായാലും ടാക്സ് കൊടുക്കണം. ഇതിനിടയ്ക്കെങ്ങാണ് നിങ്ങൾ പേ ഔട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 15% കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പം അവസാനം പക്ഷേ നിങ്ങൾക്ക് കുറേ സ്റ്റോക്കുകൾ ലോസിലാണെങ്കിൽ അവിടെ ടാക്സ് ഹാർവെസ്റ്റിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലോസിലുള്ള സ്റ്റോക്ക് നമ്മൾ അവിടെ ആ വർഷം അവസാനം ഈ ഒരു മാർച്ച് 15, 20 ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ലോസ് ബുക്ക് ചെയ്ത് നമ്മുടെ പഴയ ലാഭത്തിനകത്തുള്ള ഈ ലോസ് തട്ടിക്കിഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ലോസ് കൂടെ കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ലാഭമുള്ളെന്നുണ്ടെങ്കിൽ ഈ ലോസ് കൂടെ എല്ലാം തട്ടിക്കിഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ നിങ്ങളുടെ ലോസിൻ്റെ ആ കനം അനുസരിച്ച് നിങ്ങൾക്ക് എന്താവും?
ആ ലാഭത്തിനകത്തിൽ ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ വർഷം കൊടുക്കേണ്ട ടാക്സിന് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കുറവ് കിട്ടും ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്യുമ്പം ഈ ബ്രോക്കർ ആദ്യം പിടിച്ചു കൊടുത്ത പൈസ നമുക്ക് നഷ്ടമാണ് ഇല്ലേ. അപ്പോൾ ആ കാശ് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ITR ഫയൽ ചെയ്യണം. അങ്ങനെ എനിക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ITR ഇതുപോലെ ഇങ്ങനെ ഫയൽ ചെയ്തു, ഇങ്ങനെ ടാക്സ് ഹാർവെസ്റ്റിംഗ് ഒക്കെ നടത്തി അവസാനം എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ 55,000 രൂപ എനിക്ക് റിട്ടേൺ കിട്ടി ഒരു വർഷം. 55,000 രൂപ എൻ്റെ ബ്രോക്കർ പിടിച്ച പൈസയാണ്. 55,000 രൂപ എനിക്ക് റിട്ടേൺ കിട്ടി. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന പൈസയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പെനിക്കും ഓരോ ഫിൽസിനും നമുക്ക് ഓരോ പൈസയ്ക്കും നമുക്ക് ഇൻകം ടാക്സ് അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പൈസയൊക്കെ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ITR ഫയൽ ചെയ്യണം. ഞാൻ ഈ പ്രവാസികളോട് സിങ് ട്രേഡ് ചെയ്യുന്ന പ്രവാസികളോട് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങൾ നിർബന്ധമായി, നിങ്ങൾക്ക് നഷ്ടമാണ് അത് അടുത്ത കാര്യം ഞാൻ പറയാം. പ്രത്യേകിച്ച് സിങ് ട്രേഡ് ചെയ്യുന്ന പ്രവാസികൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഓക്കെ, എന്നെങ്കിലേ നിങ്ങൾക്ക് ഈ ബ്രോക്കർ പിടിക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി F&Oയിലോട്ട് വരാം. ഓക്കെ, F&Oയിൽ ഈ നമ്മുടെ റെസിഡൻസിന് ഈ സിങ് ട്രേഡ് ചെയ്യുന്നവർക്ക് അവർക്ക് പേ ഔട്ട് ചോദിക്കുമ്പം ടാക്സ് ഒന്നും കട്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ടാക്സും കട്ട് ചെയ്യത്തില്ല. നമ്മൾ അവസാനമാണ് പിന്നെ ITR ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ അത് അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. അല്ലാതെ ബ്രോക്കർ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമുക്കിനി പറയാനുള്ള കാര്യം എന്താ പറയണ്ടേ, F&Oയിലോട്ട് വരുമ്പം പ്രവാസികളാണെങ്കിലും നമ്മുടെ സാധാരണക്കാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ഏറെക്കുറെ ലോസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറെക്കുറെ ലോസ് ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ലോസ് ഫയൽ ചെയ്യണം. കാരണം നമ്മളെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ എന്ത് ചെയ്ത് മെച്ചപ്പെട്ട് വരും അല്ലേ. പഠിച്ച് എന്തെങ്കിലും നമ്മളൊരു ദിവസം പ്രോഫിറ്റിലാകും. എല്ലാവരും അല്ല, പക്ഷേ എന്നാലും തീവ്ര മനോഭാവത്തോടെ എനിക്കിത് വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് പഠിച്ച് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നാളെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇതിൽ വിജയിക്കാം അല്ലേ, വിജയിച്ച് നിങ്ങൾ പ്രോഫിറ്റിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നിങ്ങൾ അത് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 8 വർഷത്തേക്ക് നെക്സ്റ്റ് 8 ഇയേഴ്സ് നിങ്ങൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. F&O ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, ഒരു F&O ചെയ്യുന്ന നിങ്ങളൊരു ബിസിനസ് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഓക്കെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ ആ ഒരു ബിസിനസ്സിനെ പോലെ തന്നെയാണ് നമ്മുടെ F&Oയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുണ്ടാക്കുന്ന ലാഭമായാലും നഷ്ടമായാലും അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ലാഭം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ നഷ്ടത്തെ അതിനെ തട്ടിക്കിഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും കിടക്കുക. നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾ ഹ്യൂജ് നഷ്ടങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാമല്ലോ. അപ്പോൾ ആ നഷ്ടങ്ങളെയൊക്കെ നിങ്ങൾക്ക് വരുന്ന ആളുകളുണ്ടാകുന്ന ലാഭമായിട്ട് തട്ടിക്കിഴിച്ച് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്. ടാക്സ് അടയ്ക്കുക അടുത്ത 8 വർഷത്തേക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ അറിയുന്നവർ കാണും, പക്ഷെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ പ്രാവശ്യം മുതൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഇനിയിപ്പോൾ ഇത് ഫയൽ ചെയ്തതിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് അടയ്ക്കുക ഓരോരുത്തർക്ക് വന്നു പറയുന്നുണ്ടല്ലേ. ഇത് ചിലപ്പോൾ ഈ വർഷം അടുത്ത വർഷമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ 3, 4, 5 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് വരും. കാരണം നിങ്ങൾ ഇത്രയും സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ F&Oയിൽ നിങ്ങൾ ഇത്രയും ട്രേഡുകൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ പൈസ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും. അന്നേരം നിങ്ങളൊരു CA തപ്പി നടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. ഇത് വലിയ പോക്കറ്റ് കീറുന്ന കാര്യമൊന്നുമില്ല. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ITR ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. F&Oയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പിന്നെ ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിലും ഇൻട്രാഡേ ടു ഇൻട്രാഡേ പറ്റത്തുള്ളൂ. ഈ F&Oയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ F&Oയിൽ ഉണ്ടാകുന്ന നഷ്ടവും ലാഭം തമ്മിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ ഇതുമായിട്ടൊന്നും സ്റ്റോക്കുകൾ വിറ്റ കാശുമായിട്ടൊന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സിൽ സിങ് ട്രേഡ്സുകൾ ചെയ്യുന്നവർ ഇൻട്രാഡേ ഡെയിലി നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഇൻട്രാഡേ ഉണ്ടല്ലോ, അതിന് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അടുത്ത 4 വർഷത്തേക്ക്
വരുന്ന 4 വർഷത്തേക്ക് നിങ്ങൾക്ക് ആ ഇൻട്രാഡേയിലുള്ള ലാഭവും നഷ്ടവും തമ്മിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. 4 വർഷം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? F&Oയിലാണെങ്കിൽ നിങ്ങൾക്ക് 8 വർഷമുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം അത് സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ലാഭവും നഷ്ടവും ഉണ്ടായി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ലോങ് ടേം ടു ലോങ് ടേം. ഇപ്പോൾ ലോങ് ടേമിൽ 1 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിന്നെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നഷ്ടം നിങ്ങൾക്ക് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭം ഇതുമായിട്ട് നിങ്ങൾക്ക് തട്ടിക്കഴിക്കാൻ പറ്റും. അതായത് LTCG ടു LTCG, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നിങ്ങൾക്ക് തട്ടിക്കഴിക്കാൻ പറ്റും. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിം നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത 8 വർഷത്തേക്ക്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, LTCG ടു LTCG, അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അടുത്ത 8 വർഷത്തേക്ക്. ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, തട്ടിക്കഴിക്കാൻ പറ്റും. ഇതൊക്കെ കൂടുതൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് CA പറഞ്ഞു തരും. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു സമ്മറി നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ പ്രാധാന്യത, നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് പരിചയം കാണും, രജനീഷ് മൂർത്തി. ഓക്കെ, രജനീഷ് മൂർത്തി ആണ് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു CA ആണത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരും വിളിക്കില്ല അദ്ദേഹത്തെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മുടെ ഇവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി വരും. വളരെ ഒരു നോമിനൽ ചാർജിൽ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യണമെന്ന് ആരെ നിർബന്ധിക്കുന്നില്ല, ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു പ്രൊമോഷണൽ വീഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുള്ളതുകൊണ്ട് ആ ആളെ നമ്മൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അല്ല വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ താഴെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം വിളിക്കരുതാരും, വോയിസ് നോട്ട് ഇട്ടാൽ മതി. അദ്ദേഹം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ നിങ്ങളെ അദ്ദേഹം സഹായിക്കും. വളരെ നോമിനൽ ചാർജ്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വളരെ നോമിനൽ ചാർജിൽ, പ്രത്യേകിച്ച് പ്രവാസികൾ നിർബന്ധമായിട്ട് നിങ്ങൾ ITR ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് അവിടെ നാട്ടിൽ വരേണ്ട കാര്യമൊന്നുമില്ല, ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പറയുന്ന ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി, ഓൺലൈനിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരായാലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരായാലും നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഫയൽ കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമ്പോഴേ നിങ്ങൾ മനസ്സിലാകത്തില്ല, ദൈവമേ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തില്ലല്ലോ, ഇത് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് നിങ്ങൾ അവസാനം പശ്ചാത്തപിക്കേണ്ടി വരും. അത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്കത് മനസ്സിലാവും. റിട്ടേൺ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും, അത് മാത്രമല്ല ഭാവിയിലുണ്ടാകുന്ന നൂലാമാലകൾ, ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻകം ടാക്സ് നോട്ടീസ് എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നേരം ചിലപ്പോൾ അന്ന് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിൽ നിന്ന് കാണത്തില്ലായിരിക്കും, മനസ്സിലായി. പക്ഷേ അന്നേരം നിങ്ങൾ ഇതിൻ്റെ പുറകെ കടന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് ഇത് കൃത്യമായി, നമ്മുടെ നഷ്ടമാണെങ്കിൽ നഷ്ടം, ഒരു കുഴപ്പമില്ല, ഇത് ഫയൽ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ITR ഫയൽ ചെയ്യുക. എൻ്റെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരോടും നിങ്ങൾ ITR ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ.